പ്രകാശമേ മിഴി തുറക്കുക വേഗം. വിശ്വമിശിഹായ്ക്ക് സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. യേശു എത്രമാത്രം അത്ഭുതം പ്രവർത്തിച്ചിട്ടും ജനങ്ങൾ വിശ്വസിക്കാൻ, പ്രത്യേകിച്ച് നേതാക്കന്മാർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പുതിയ അടയാളങ്ങൾ തേടി വരികയാണ്. അപ്പോഴാണ് പറയുക, ഈ തലമുറയുടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് അടയാളം കൊടുക്കുന്നത്? യേശു ഇതിനോട് ഈ അടയാളം ചോദിക്കുന്ന, അല്ലെങ്കിൽ യേശു അടയാളത്തെ കുറിച്ച് കൊടുക്കുന്ന മറുപടി 3 തരത്തിലാണ് 3 സുവിശേഷന്മാർ പറയുക. മർക്കോസ് പറയും ഒരു അടയാളവും കൊടുക്കുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയും യോനയുടെ അടയാളമല്ലാതെ. യോന 3 ദിവസവും 3 രാവും പോലും തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നവരെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉദരത്തിലായിരിക്കും. യേശുവിൻ്റെ ഉത്ഥാനമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയും യോനയുടെ അടയാളമല്ലാതെ. എന്താണ് അർത്ഥം? ഒന്നാമത്തേത് മർക്കോസ് പറയുന്നതാണ് സാധനം. ഇതുവരെ കിട്ടിയത് അടയാളമൊന്നും സ്വീകാര്യമല്ലെങ്കിൽ വേറെ അടയാളം നോക്കി പോകേണ്ട കാര്യമില്ല. ഇനി യോനയുടെ അടയാളത്തിലേക്ക് വരുമ്പോഴേ എന്താണ് സംഭവിച്ചത്? യോന എങ്ങനെയാണ് അടയാളമായത്? ഈ കേൾവിക്കാർക്കല്ല, നിനവേക്കാർക്ക് അറിയില്ല യോന തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു 3 ദിവസം എന്നുള്ളത്. പക്ഷേ യേശുവിൻ്റെ ഇപ്പോൾ ഈ സുവിശേഷം വായിക്കുന്ന ആൾക്കാർക്കറിയാം യേശു 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു മരണത്തിന് ശേഷം. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും വേറെ രീതിയിലാണ് പറയുക. യോനയുടെ അടയാളം എന്തായിരുന്നു? യോന മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തു. ആസന്നമായ നാശത്തെക്കുറിച്ച് പറഞ്ഞു. മാനസാന്തരപ്പെടുമ്പോഴത്തേക്കും നാശം ഉണ്ടാകും. നിനവേക്കാർ അത് കേട്ടു, മാനസാന്തരപ്പെട്ടു. അതാണ് അടയാളം. സുവിശേഷ പ്രസംഗം കേൾക്കാൻ സന്നദ്ധമായി, മനസ്സ് തിരിയാൻ സന്നദ്ധമായി ആ ഒരു മാനസാന്തരം ഉണ്ടാകണം. യേശുവിൻ്റെയും ഇന്നാണെങ്കിലും അടയാളങ്ങളും അത്ഭുതങ്ങളും അസാധാരണ സംഭവങ്ങൾ തേടിപ്പോകാതെ വചനം സ്വീകരിക്കുക. അത് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം. ആ വചനം തന്നെയായിരിക്കും നമുക്ക് അടയാളം. അതല്ലെങ്കിൽ നാശമായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ യോനയുടെ അടയാളം എന്ന് പറഞ്ഞാൽ യോന സുവിശേഷം പ്രസംഗിച്ചു, നിനവേക്കാർ സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു എന്നുപോലെ വചനം സ്വീകരിക്കാൻ സന്നദ്ധമാകണം. മനസ്സ് തിരിയണം. അതിനുള്ള ആഹ്വാനമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. വേറെ അടയാളങ്ങൾ പിന്നാലെ പോകാതിരിക്കുക. നിൻ വഴിയേ നടക്ക